നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ലേ, ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ വെറും ബീവറേജിൽ അല്ലെന്നുണ്ടെങ്കിൽ ബാറിലേക്ക് കുറേ എണ്ണമൊക്കെ വെള്ളം അടിച്ച് ബഹളം വെച്ച് വാള് വെച്ച് നടക്കുന്ന ടീമൊക്കെ ഉണ്ട്. ഈ ടീമിന് വെള്ളം അടിച്ച് വാള് വെക്കാൻ ഒരു സ്പേസ് ആയിട്ട് ഇപ്പൊ അമ്പലപ്പറമ്പ് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിൽ ഒരു പരിപാടിയിൽ MG ശ്രീകുമാർ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല പാട്ട് പാടൂ എന്നുള്ള രീതിയിൽ ഒരാളൊരു ഡയലോഗ് അടിച്ചു. ഈ ഡയലോഗ് MG ശ്രീകുമാറിന് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരൻ പറഞ്ഞു, നീ പോയി നിന്റെ വീട്ടിൽ റേഡിയോ ഓൺ ചെയ്ത് നല്ല പാട്ടൊക്കെ കേട്ടാൽ മതി എന്നുള്ള രീതിയിൽ ഡയലോഗ് അടിച്ചിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ വന്നിട്ട് MG ശ്രീകുമാറിനെയൊക്കെ വിമർശിക്കുന്നത് കണ്ടു. ഇങ്ങനെയൊക്കെ പറയുമോ, നിങ്ങൾക്ക് അഹങ്കാരമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അയാളൊരു നല്ല പാട്ട് പാടാനല്ലേ പറഞ്ഞോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ MG ശ്രീകുമാറിന് പറഞ്ഞതിനെ യോജിക്കുന്ന ഒരാളാണ്. പൊതുവെ നിങ്ങൾ അമ്പലത്തിൽ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ അമ്പലത്തിൽ ഒരു പരിപാടിക്ക് ഇപ്പം ഗാനമേള കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാംസ്കാരിക പരിപാടികൾ കാണും. ഇവിടുത്തെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് കുറച്ച് ടീമുകൾ വെള്ളമൊക്കെ അടിച്ച് അവിടെ വന്ന് നിൽക്കും. ഇവർ വെള്ളം അടിച്ച് അവിടെ വന്ന് നിൽക്കും, തുള്ളും ബഹളമൊക്കെ ആയിട്ട് ഇവിടെ പാട്ട് പാടുന്ന ആൾക്കാരോടൊക്കെ അതിൻ്റെ സ്റ്റേജിലേക്കും ചാടി കയറി അലമ്പുണ്ടാക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിൽക്കുന്ന സ്ത്രീകളുടെയൊക്കെ മുമ്പിൽ പോയി ഡാൻസ് ചെയ്യുക, അലമ്പുണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക. ആൾക്കാർ അവിടെ മാന്യമായി കാണാൻ വന്ന് നിൽക്കുന്നില്ല, മര്യാദയ്ക്ക് വന്ന് നിൽക്കുന്നവരുടെയൊക്കെ ദേഹത്ത് പോയിട്ട് തട്ടുക, അവസാനം ഒരു അടി ഉണ്ടാകുക, പോലീസുകാരിൽ ലാത്തിച്ചാർജ് ചെയ്യുക, വലിയ ബഹളം ഉണ്ടാകുന്നതും പരിക്കുകൾ പറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള പല വാർത്തകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഈ അമ്പല പരിപാടിയിൽ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അമ്പലപ്പറമ്പിൽ നടക്കുന്നതും ഒരു ബാറിനുള്ളിൽ നടക്കുന്നതും സെയിം ആണ് എന്നുള്ള അവസ്ഥയാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത്. പണ്ടൊക്കെ ക്ഷേത്രങ്ങളുടെ പരിപാടിക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ നല്ല നല്ല പരിപാടികളൊക്കെ സംഘടിപ്പിക്കും. നമ്മുടെ നാട്ടിലെ പല കലാരൂപങ്ങളും പല നൃത്ത പരിപാടികളും ഇത്രയും പ്രചാരത്തിലേക്ക് വന്നത് ക്ഷേത്രങ്ങൾ സ്പേസ് കൊടുത്തത് കൊണ്ടാണ്. അവിടെ വലിയ സ്പേസ് ഉണ്ടായിരുന്നു, ക്ഷേത്രങ്ങൾ കലാരൂപങ്ങൾക്കൊരു സ്പേസ് ഉണ്ടായിരുന്നു. ഇന്ന് അത് ഗാനമേളയായി മാറി. ഉവാണ്ട മാമയും പുഷ്പയിലെ പാട്ടുകളും ഒക്കെയാണ് ഇപ്പം ഗാനമേളയിലുള്ള പാട്ടുകൾ. പകല് മുഴുവൻ പണിയെടുത്തു, കിട്ടുന്ന കഷ്ണം കള്ളു കുടിച്ചു എന്നുള്ള രീതിയിലൊക്കെ പാട്ടൊക്കെയാണ് ക്ഷേത്രത്തിനുള്ളിലെ ഗാനമേളയിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കലാമൂല്യമുള്ള പല പരിപാടികളും ഇന്ന് ക്ഷേത്രങ്ങളിലെ പരിപാടിയിലില്ല. വെറുതെ അടിച്ചു പൊളിക്കാനും കുറേ ആൾക്കാർക്ക് മദ്യപിച്ചു വന്ന് കാട്ടിക്കൂട്ടൽ നടത്താനുള്ള സ്പേസ് ആയിട്ട് ഇപ്പോൾ ക്ഷേത്രങ്ങളെല്ലാം മാറുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? എനിക്കത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. മദ്യവെച്ച് കുറച്ച് ആൾക്കാർക്ക് ബഹളം ഉണ്ടാക്കാൻ ക്ഷേത്രം വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഉത്സവങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലെ പരിപാടി എന്നൊക്കെ പറയാൻ നേരത്ത് കുറേ പോലീസുകാരൊക്കെ വന്നിട്ട് അവർക്കും ജോലി ഉണ്ടാക്കുന്ന രീതിയിൽ കുറേ കള്ളുകുടിയന്മാർ വന്ന് ബഹളം ഉണ്ടാക്കും. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മളൊരു സിനിമ കാണാൻ തിയേറ്ററിൽ പോകാൻ നേരത്ത് നമ്മൾ കാണുന്നത്. സിനിമ കാണാൻ തിയേറ്ററിനകത്ത് കയറിയിരിക്കും, കുറേ ടീമൊക്കെ വരാറുണ്ട്. ഈ ടീമൊക്കെ വന്നിട്ട് സിനിമയുടെ ഡയലോഗൊക്കെ ഇട്ട് ഡബിൾ മീനിങ് ഡയലോഗ് തിയേറ്ററിനകത്ത് ഇരുന്നടിക്കും. എന്നിട്ട് ആൾക്കാരെയൊക്കെ ഇങ്ങനെ നോക്കും, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ. എന്നിട്ട് കുറച്ച് കമ്പനിക്കാർ കാണും, ആളുകൾ. അപ്പോൾ ഈ 4-5 പേര് ഇരുന്ന് ഡയലോഗ് അടിക്കും, ബാക്കിയുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്ന കുറേ കലാപരിപാടി. എന്നിട്ട് ഈ കുറേ പെമ്പിള്ളേരൊക്കെ കാണും തിയേറ്ററിൽ. അപ്പോൾ ഇവരുടെ മുമ്പ് ഷോ കാണിക്കുന്നതാണ് മെയിൻ പരിപാടി. ഇതുപോലെ ഡയലോഗ് അടിക്കുക. എന്നിട്ട് ഇവരൊക്കെ എന്നെ നോക്കും, ഞാനും ഹീറോ ആവും. ഇപ്പോൾ നമ്മളൊരു റോഡിലൂടെ പോകാൻ നേരത്ത് കുറേ പിള്ളേർ ഈ ബൈക്കിൽ ഓവർ സൗണ്ടൊക്കെ ഇട്ടിട്ട് ഇവന്മാർ പോകുന്നതാണ്. ഇവന്മാരുടെ വിചാരം എന്തോന്ന് വെച്ചാൽ, കണ്ടില്ലേ ഞാൻ പോന്നേ, എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നില്ലേ. സത്യത്തിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഈ എന്ത് പട്ടിഷമാണ് ഈ കുട്ടൻ കാണിക്കുന്നത് എന്നാണ് നാട്ടുകാർ വിചാരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ മനസ്സിലിരുന്നത് നന്നായിട്ട് ആൾക്കാരങ്ങ് പറയുകയും ചെയ്യും. പക്ഷെ ബൈക്ക് ഓടിക്കുന്നതിൻ്റെ വിചാരം എന്തായിരിക്കും, ഞാനൊരു സംഭവമാണ്, അപ്പോൾ പിള്ളേരൊക്കെ എന്നെ നോക്കിയുണ്ടോ ഞാൻ എന്നുള്ള രീതിയിലായിരിക്കും ചിന്ത. ഇത് തന്നെയാണ് ക്ഷേത്രങ്ങളിൽ കുറേ ടീം വന്നിട്ട് കുറേ ആൾക്കാരവിടെ നിന്ന് പരിപാടി കാണാൻ നിൽപ്പുണ്ടായിരിക്കും. നല്ല നല്ല ഫാമിലിയിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വന്നിരിക്കും, മാന്യമായി പരിപാടി കാണാൻ വന്നിരിക്കും. കുറേ എണ്ണം ഇവിടെ വന്നിട്ട് വ്യാളികൾ വെള്ളം അടിച്ച് കിടന്ന് തുള്ളും ബഹളം വെക്കും, അലമ്പും പച്ചത്തെറിയൊക്കെ വിളിച്ചു പറയും. സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് ഇത് പറയണമെന്ന് ഞാൻ വിചാരിച്ച കാര്യമാണ്. എന്തായാലും MG ശ്രീകുമാർ ഇന്ന് കൃത്യമായി ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ഷോ കാണിക്കാൻ കുറേ ടീം വരാറുണ്ട്. പാട്ട് MG ശ്രീകുമാറിന് പിന്നെ പാട്ട് ഇയാൾ പറഞ്ഞു കൊടുത്തിട്ട് വേണമല്ലോ പാട്ട് ഏതാണ്. ഞാൻ വേറൊരു വീഡിയോക്കകത്ത് കണ്ടാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്നുള്ള രീതിയിൽ MG ശ്രീകുമാറിൻ്റെയൊക്കെ ക്ലാസിക് പാട്ട് MG ശ്രീകുമാറൊക്കെ അവിടെ വന്ന് പാടാൻ നേരത്ത് നമ്മൾ ആലോചിച്ച് നോക്കിയ ഇതുപോലൊരു കലാകാരനെ അവിടെ കിട്ടാൻ നേരത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലൊരു കലാകാരൻ വന്നിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നല്ല പ്യുവറായിട്ടുള്ള പാട്ടുകൾ പാടിക്കൊടുക്കുന്നു. ആ പാട്ട് കേട്ട് അവിടെ ക്ഷേത്രത്തിൽ വന്നിരിക്കുന്ന വിശ്വാസികൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കള്ളു കുടിക്കാനും ബഹളം വെക്കാനും ഷോ കാണിക്കാനും വരുന്ന ചില പട്ടി ഷോ ടീംസ് ഉണ്ട്. ഇവന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവന്മാർക്ക് ഇഷ്ടപ്പെടണ്ട. എൻ്റെ അഭിപ്രായം, നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ലേ, ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ വെറും ബീവറേജിൽ അല്ലെന്നുണ്ടെങ്കിൽ ബാറിലേക്ക് കുറേ എണ്ണമൊക്കെ വെള്ളം അടിച്ച് ബഹളം വെച്ച് വാള് വെച്ച് നടക്കുന്ന ടീമൊക്കെ ഉണ്ട്. ഈ ടീമിന് വെള്ളം അടിച്ച് വാള് വെക്കാൻ ഒരു സ്പേസ് ആയിട്ട് ഇപ്പോൾ അമ്പലപ്പറമ്പ് മാറിയിട്ടുണ്ട്. അതിന് ഈ പാട്ടും കേട്ടിരുന്ന് വെള്ളം അടിച്ച് ബഹളം വെച്ച് ഡാൻസും ഒക്കെ കളിച്ച് നാട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിച്ച് അലമ്പം ഉണ്ടാക്കി ഒരു പരിപാടിയും കലക്കാനുള്ള സ്പേസാണ് ഇപ്പോൾ ക്ഷേത്രങ്ങൾ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട്. MG ശ്രീകുമാർ പറഞ്ഞത് വ്യക്തമാണ്. MG ശ്രീകുമാറിനെ പോലുള്ളൊരു കലാകാരൻ വന്ന് നല്ലൊരു പാട്ടൊക്കെ പാടുന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ അടിച്ചു പൊളി പാട്ട് വേണം, മറ്റേ പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയി റേഡിയോ ഓൺ ചെയ്തങ്ങ് കേട്ടേക്കണം. ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ക്ഷേത്രം ഇപ്പം നമ്മളൊന്ന് ആലോചിച്ചു, ഒരു മുസ്ലിം പള്ളി
പള്ളി ആണെന്ന് കരുതുക, അവിടെ ഇതുപോലെ വെള്ളം ഒഴിച്ച് ആരെങ്കിലും ബഹളമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്ഷേത്രത്തിലൊരു പ്രോഗ്രാം ആണെന്ന്, മുസ്ലിം പള്ളികളിൽ പരിപാടികളില്ല, പക്ഷേ ക്ഷേത്രത്തിലൊരു പരിപാടിയുണ്ട്, വളരെ സ്പേസ് ഓപ്പൺ ആണ്, എല്ലാ മതത്തിൽപ്പെടുന്ന ആൾക്കാർക്കും സ്പേസ് കിട്ടുന്നുണ്ട്, അവർക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗം ക്ഷേത്രങ്ങൾ, ഉത്സവം വരാൻ കിട്ടുന്ന സെന്ററുകളാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഇവിടേക്ക് വന്നിട്ട് അല്ലമ്പുണ്ടാക്കുക. ഇപ്പൊ MG ശ്രീകുമാർ അല്ല, അതൊരു സാധാരണ ജൂനിയർ കലാകാരനാണ്, തിരിച്ചിങ്ങനെ ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിൽ ഈ ഷോ കാണിച്ച ടീമില്ല, നേരെ സ്റ്റേജിൽ കയറി അവനെ അടിച്ചാനെ. ഇതൊക്കെ നമ്മൾ എത്ര വീഡിയോ കണ്ടിരിക്കുന്നു. അപ്പം ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ അകറ്റി നിർത്തേണ്ടതായിട്ടുണ്ട്, നിരുത്സാഹപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇവൻ്റെയൊക്കെ പട്ടി ഷോയ്ക്ക് പട്ടി വില കൊടുത്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യുക.